ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇപ്പം നമ്മൾ ഫെബ്രുവരി മാസം മുതൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ദിവസങ്ങളും മുമ്പിൽ വരലുണ്ട്. ലോങ് വീഡിയോസ് ആയിട്ട് അങ്ങനെ വരലില്ല. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്താ ചെയ്യാത്തത് അബി? പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കമൻസ് വന്നതിൽ ഈ ഒരു കമൻറ്റിനെ വല്ലാണ്ട് എന്നെ സ്ട്രൈക്ക് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ച കമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു വലിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മടിയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഒറ്റയടിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ കൊണ്ടുവരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതുക്കെ നമുക്ക് ആ ഒരു നല്ലൊരു ട്രാക്കിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ ദിവസവും വരാമെന്നുള്ളൊരു തീരുമാനം എടുക്കും. ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊന്ന് സ്റ്റേബിളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മൈൻഡിനെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നത്, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ഒരേ നേർരേഖയിലുള്ള ഒരു ഗ്രാഫായിട്ടല്ല പോകുക അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ ഡൗൺ വരും, നമ്മളെ മൈൻഡ് നമ്മളെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരും, മൂഡ് സ്വിങ്സ് ആയിട്ടും അങ്ങനെ ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക്. ഡിപ്രഷൻ എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ അത്രയും ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു പീരീഡ് ആയിരിക്കണം. അപ്പോൾ അത്രയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വക്കത്ത് വരെ എത്തിയൊരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതിനെന്താണ് ഒരു സൊല്യൂഷൻ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു സൊല്യൂഷനും ഉണ്ടാവില്ലേ. ആ ഒരു സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പം നമുക്കിനി അധികം പറഞ്ഞ് വലിച്ച് നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കണില്ല, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു പുഴുക്ക് പോലെ ചെറുപയറും കായ് ഇട്ടിട്ട് ഒരു പുഴുക്ക് പോലെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുക്കറിലേക്ക് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറയണത്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും വെക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ആദ്യം ചെറുപയറും കായും പിന്നെ പച്ചമുളകും ഒരു ഉള്ളിയും വെല്ലുള്ളിയും കൂടി ഒരു കഷ്ണം ഉള്ളിയും കൂടി മുറിച്ചിട്ടിട്ട് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ച്. അപ്പോൾ അത് അവിടുന്ന് വെന്ത് പ്രഷറൊക്കെ പോയി സെറ്റായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിന്നൊരു പോസിറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റിയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെ മൈൻഡിന് എപ്പോഴും നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ള കാര്യം അതിന് നമ്മളൊരു എഫേർട്ട് എടുക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്കറിയാം. ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അതൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും, എനിക്കൊന്ന് ഉഷാറാവാൻ വേണ്ടി ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് നമ്മൾ പറയല്ലോ അത് ഭയങ്കരമായിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ അത് മറികടക്കാൻ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മടിച്ചാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ആ ഒരു കംഫർട്ട് സോണിൽ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു റെസ്റ്റ് ആവശ്യമുള്ളൊരു ടൈമേനി. അപ്പോൾ ആ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഓരോരോ ടാസ്കുകളായിട്ട് ചെയ്ത് തീർക്കാൻ റെഡിയാണ് എന്നുള്ളത് ആ ഒരു കാര്യം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഓരോരോ ടാസ്ക്കായിട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞ് എന്തായാലും ഞാൻ ഇനി മുതൽ ഓരോരോ ടാസ്ക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ ടാസ്ക് എന്താണ്, അപ്പോൾ എനിക്കിനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ എന്നുള്ളതൊന്ന് എഴുതാൻ നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ എഴുതാൻ നോക്കിയ സമയത്ത് ഒരൊറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടങ്ങൾ വരിക, ഓരോന്നായിട്ട് ചിന്തിച്ച് കൂട്ടുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇതും പറഞ്ഞ് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് അല്ലെങ്കിൽ ഞാൻ മടിച്ചാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അത് മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ ഓരെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡോക്ടറെ കാണിക്കാൻ പോവാൻ വരെ മടിയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇനി അപ്പം ഞാൻ വിചാരിച്ച അതെന്തായാലും ഒന്ന് മാറ്റണം. എന്തായാലും ഇതിന് പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഓരോടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പകുതി കാര്യങ്ങൾ അവിടെ തീരുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ഇവിടെ വടകര
പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് പുതിയ സ്റ്റാൻഡില്ല പഴയ സ്റ്റാൻഡിൻ്റെ അടുത്ത് ആയുർവേദ ഡോക്ടറുണ്ട് ഡോക്ടർ ബബിത എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എല്ലാം ഇന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്നെ തന്നെ കെയർ ചെയ്യാനുള്ള കാര്യത്തിൽ ഞാൻ എവിടെയോ ഒന്ന് ഞാൻ മിസ് ഔട്ട് ആക്കിയിരിക്കണം. അപ്പോൾ അത് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ ഒരു ഡോക്ടറെ പോയി കാണുക. ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്ടർ തരുന്ന മരുന്നായാലും ഡോക്ടർ ഇനിയിപ്പോൾ ഓരോ ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് അത് എൻ്റെ ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ ഫസ്റ്റ് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ. അപ്പം ഇപ്പം ഞാൻ ചെയ്യണം. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ഒരാളെ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാത്തു നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ വേഗം എങ്ങനെയെങ്കിലുമൊക്കെ പോയി ചെയ്യാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാന്നുള്ള ആ ഒരു ഇതിലേനി. പിന്നെ ഞാൻ എന്താക്കി, ഏട്ടൻ വരട്ടെ, അല്ലെങ്കിൽ ഏട്ടനെ കാത്തു നിൽക്കുക, അല്ല ഏട്ടൻ്റെ കൂടെ പോവാലോ, അപ്പോൾ വണ്ടിമേൽ വേഗം പോയി ഇങ്ങോട്ട് പോരല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്ത വന്നു തുടങ്ങി. അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകാമെന്നുള്ളതൊരു മടിയായി വന്നത്. അപ്പോൾ അങ്ങനെ കാത്തുനിന്നിട്ടാണ് ഇത്രയും ഡിലേ ആയത്. ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോൾ നമുക്ക് പണിയും ആവശ്യമുള്ള സംഗതിയല്ലേ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ പൈസ വേണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതും ലീവാക്കിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ, ലീവാക്കിയിട്ട് വരുന്നതിന് കുഴപ്പമില്ല. ഏട്ടൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ അത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇപ്പം ആ ഒരു ടൈറ്റായിട്ടുള്ളൊരു ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കണതിനെ കൊണ്ട് തന്നെ ഏട്ടനെ ഇങ്ങനെ കാണിക്കാൻ എൻ്റെ കൂടെ വരണമെന്നുണ്ട്. പിന്നെ എന്നോട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകാമെന്ന് പറയുക, അങ്ങനെയും ഏട്ടനുണ്ട്. അപ്പം ഞാൻ ഏട്ടനോട് തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഏട്ടാ ഇനിയിപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരാൾ കൂടെ വേണ്ടത്, ഞാൻ പോയി ആദ്യം ഡോക്ടറെ കാണട്ടെ, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ പറയണമെന്ന് അറിഞ്ഞതിന് ശേഷം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെയുള്ളത് തീരുമാനം എടുത്ത് ഇന്നിപ്പോൾ എന്തായാലും അപ്പോയിൻമെൻ്റ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് 12:30 ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേക്ക് നേരെ പോകുക. അതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ബൈൻഡറൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ബൈൻഡറൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരു പകുതി ഞാൻ ഓക്കെ ആയി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇപ്പോൾ ഈ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുക, അല്ലെങ്കിൽ ബൈൻഡറൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്നൊരു ഡൗൺ ആയി പോയാലും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചാൽ തന്നെ നമ്മളൊരു പകുതി ഉഷാറായ പോലെ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പ്രിൻ്റ് എടുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ പ്രിൻ്റ് എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ അടുക്കളയിലേക്കുള്ള കുറച്ച് ഗ്രോസറീൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു മെനു പ്ലാനൊക്കെ അടുത്തൊരു 3-4 ദിവസത്തേക്കുള്ളൊരു മെനു പ്ലാനൊക്കെ റെഡിയാക്കി വെച്ച് അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അടുക്കളയിലുള്ള കാര്യങ്ങൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോന്ന് സന്തോഷിപ്പിക്കണം. ഇത് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഒരു മൈൻഡ് ശരിയില്ലെങ്കിൽ അങ്ങനെ നമ്മളെ വീട് കണ്ടാലറിയല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീട് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പം കുഴപ്പമില്ല റെഡിയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഒരൊറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ ഒന്നായിട്ട് കൂടെ മറിച്ചിടുക എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അധികം ക്ഷീണിക്കുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും ചെയ്ത് റെഡിയാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ അടുക്കളയിൽ നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്ന് ഓർഗനൈസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ സാധനങ്ങളും ഇന്ന് പോയി ഒന്ന് വാങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ഷെഡ്യൂൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം നമ്മളെ ചായ പരിപാടി ഇതാ നമ്മളെ പുഴുക്കും കാര്യങ്ങളൊക്കെ റെഡിയായി. ചപ്പാത്തി ഇത് ഓരോന്നായിട്ട് ചൂടോടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൻ ഭക്ഷണം കഴിക്കാൻ വന്നിക്കണം. അപ്പോൾ ഈ പ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മളെ 2-3 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അബി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വേറൊന്നുമില്ല, ഇങ്ങനെ പ്രസ് 800 റുപ്യക്കൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ ചപ്പാത്തി പ്രസ്. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് പെട്ടെന്ന് അതിന്മേൽ ഒട്ടി പിടിക്കാണ്ട് പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണയോ ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിയും പൂരിയും ഒക്കെ ഇതിൽ പ്രസ് ചെയ്യാൻ കഴിയും കേട്ടോ. പൂരി ആകുമ്പോൾ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് അധികം അമർത്താണ്ട് കുറച്ച് കട്ടിയിലങ്ങ് എടുത്താൽ മതി. ഈ ചപ്പാത്തി ആകുമ്പോൾ അങ്ങനെ വലിയ ആ ഒരു ഷേപ്പിൽ വട്ടത്തിലുള്ള ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു പ്രസ്സിൻ്റെ ആ ഒരു വട്ടത്തിൽ ആ ഒരു സൈസിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചപ്പാത്തിയും പൂരിയൊക്കെ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ സ്ഥിരമായിട്ട് രാത്രിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരമായിരിക്കും കേട്ടോ. വേഗം നമുക്ക് പണി കഴിയും. ഇതിപ്പം
വേറൊരു ഇത് ചപ്പാത്തീൻ്റെ കോലും പലകയും അതും എടുത്ത് കൊണ്ടുവന്ന് പൊടിയും കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചപ്പാത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വേഗം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിൽ പൂരി ചുടാൻ കഴിയുമോ എന്നൊക്കെ കുറേ പത്തിരി പൂരി ഒക്കെ നമുക്ക് ഇതിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. പത്തിരി നമ്മളെ ഈ പച്ചരീൻ്റെ ഇതുണ്ടല്ലോ, വാട്ടിയിട്ട് പത്തിരി പോലെ ആക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൽ നമുക്ക് ഈ ഒരു പത്തിരി പ്രസ് ചപ്പാത്തി പ്രസ് എന്നൊക്കെ ഓരോരുത്തർ പറയും കേട്ടോ. പേരിപ്പോൾ എന്തായാലും വേണ്ടില്ല, സംഗതി ആളൊരു അടിപൊളിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ഒരാളാണ്, അതിന് മെനക്കെടാനേ നിൽക്കലില്ല. ഇപ്പോൾ ഇവരെ കിട്ടിയതോടെ ഈ പത്തിരി വസന്തായി ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. പത്തിരിയും ചപ്പാത്തിയും പൂരിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള അങ്ങോട്ട് ഒതുക്കിയിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടേന് കേട്ടോ. ചീരിയും പരിപ്പും കറി വെച്ചത് ബാക്കിയുണ്ടേന്. പിന്നെ ചോറിൻ്റെ അവിടെ റെഡിയാക്കി വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇനി കഴുകിയിടണം. അപ്പം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോഴുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അലക്കാനുള്ളത് മിഷനിൽ അവിടെ ഇട്ട്, അപ്പോൾ അതിൻ്റെ പണി അത് എടുത്തോളല്ലോ. അപ്പോൾ അതവിടെ ഇട്ട് ഇനിയിപ്പോൾ ശിഖമോക്ക് ഒന്ന് എഴുതാനുണ്ടേന് കേട്ടോ. അപ്പോൾ ഓളെ കൂടെ കുറച്ച് നേരം ഇരിക്കണം. ഇന്നലെ ഓളെ മൂഡ് തീരെ ശരിയില്ലേന്, വെറുതെ ഇങ്ങനെ ചിണിങ്ങിക്കൊണ്ട് ഒരു വാശി പിടിച്ചുകൊണ്ട് നടക്കണം അവസ്ഥയാണ് കേട്ടോ. ചെറുതായിട്ട് ജലദോഷത്തിൻ്റെയൊക്കെ ഒരു സൂക്കട എവിടുന്നൊക്കെയോ പിടിച്ച് വരുന്നുണ്ട് സംഗതി. അപ്പോൾ അതിൻ്റെ ശീലക്കേടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഇത് ഇരുന്നിട്ട് എഴുതണ്ടേന്ന് ചോദിച്ചപ്പോൾ വേഗം ബുക്കൊക്കെ എടുത്ത് വന്ന്. അപ്പം പിന്നെ ഓളെ കൂടെ കുറച്ച് സമയം ഇരുന്നു കൊടുത്ത് ഡയറി എഴുതാനാണ് കേട്ടോ. അപ്പോൾ അത് എഴുതാൻ വേണ്ടി കുറച്ച് സമയം ഓളെ കൂടെ ഇരുന്നു കൊടുത്ത് ഇന്ന് പിന്നെ വലിയ സംഭവ പോലായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉച്ചക്കത്തേക്ക് ഇല്ല കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. ഒരു ഉപ്പേരിയും വെച്ച്, ക്യാരറ്റിൻ്റെ ഒരു ഉപ്പേരിയും വെച്ച്, ചോറും വെച്ച്, ഇന്നലത്തെ കറി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കറി ഇന്നലത്തെ ഉണ്ട്. അപ്പോൾ അത് അന്നേരം കഴിക്കാൻ നേരത്തെ അതങ്ങോട്ട് ചൂടാക്കാൻ നേരിച്ച് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് വേഗം എടുത്ത് ചൂടാക്കുക. പിന്നെ ഒരു ഓംലേറ്റും കൂടി ആ ഒരു സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കാര്യം റെഡിയായി. മീനും കാര്യങ്ങളൊന്നും ഇന്ന് വേണ്ടാന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് മീനൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പം വേണമെങ്കിൽ ഒരു ചമ്മന്തി കൂടി പഠിച്ചാൽ ഉഷാറായി സംഗതി. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ പരിപാടികൾ. അപ്പോൾ അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് വിരിച്ചിട്ട് അകം ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരിയിട്ട് അത് കഴിഞ്ഞപാട് കയ്യോടെ തന്നെ നമ്മൾ അലക്കാനിട്ടതൊക്കെ എടുത്തിട്ട് മേലെ കൊണ്ട് ആറിയിട്ട് അപ്പോൾ ഇന്നലെ അലക്കിയതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് മടക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു പരിപാടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വെള്ളം കൂടിയും അതുപോലെ തന്നെ കുറവായി പോകും കേട്ടോ. അപ്പം ഞാനൊരു അളവ് വെച്ചിട്ട് ഈ പ്യൂരിഫയറിൽ ഒരു അളവുണ്ട്, എത്ര ലിറ്ററാണ് നമ്മൾ ഫില്ല് ചെയ്തതെന്നുള്ളൊരു അളവ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ടാണ് ഞാനൊരു ദിവസം വെള്ളം എത്ര കുടിക്കുന്നുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യൽ കേട്ടോ. അപ്പോൾ അത് മറന്നു പോവാണ്ട് അത് ഫില്ല് ചെയ്ത് അതൊക്കെ റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞപാട് ശിഖമോൾ ഇതാ മാറ്റലും കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് ഇവർക്ക് കളർ ഡ്രസ്സാണ് സ്കൂളിൽ. അപ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിമണിയായിട്ട് നിൽക്കുമ്പോഴാണ് ഓൾ പറയണത് ഇന്ന് കഥാവർഷം ഉണ്ട്, കഥ എഴുതാൻ പറഞ്ഞിരിക്കണ ടീച്ചർ എന്നും പറഞ്ഞിട്ട്, കഥ പറഞ്ഞത് എഴുതണം എന്നും പറഞ്ഞിട്ട്. പിന്നെ നേരമായി ഇപ്പോൾ വണ്ടി വരാനും നേരമായി. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കിയില്ല. ഇപ്പം കുറച്ച് സ്പീഡ് ഇട്ടിട്ടോ എഴുതണേന്. നമ്മൾ പറയുമ്പോഴത്തേക്ക് തന്നെ അക്ഷരങ്ങളൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട്, വേഗം എഴുതണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ എഴുതാണ്ട് പോകണ്ട, എന്തായാലും എഴുതിയിട്ട് പോയാൽ മതി. ഇനി അഥവാ അധികം നേരം വൈകിയാലോ ഏട്ടനിപ്പോൾ ഒരു സൈറ്റ് ചെന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ ഏട്ടൻ തിരിച്ച് വരുമ്പോൾ സ്കൂളിലേക്ക് അച്ഛൻ കൊണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാനിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം കഴിഞ്ഞിട്ടോ. വേഗം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതാ ഓളെ ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇതാ വണ്ടി വരാൻ സമയമായപ്പോഴത്തേക്ക് കുറച്ച് നേരം കളിക്കൂട്ടോ. അവർ കുറച്ച് മുന്നേ വരും ഇവളെ ഫ്രണ്ട്സ് ഇവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മൂന്നാളും കൂടി കുറച്ച് ഇങ്ങനെ ഓടിക്കളിക്കലും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കും. ഓരോരോ കളി ചിലപ്പോൾ ഓരോ കളി കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഓരോന്നിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ മനസ്സിലോരുന്ന് പെൺകുട്ടികൾ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്ത് ഓരോരോ കഥകളൊക്കെ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടൊക്കെ കളിക്കല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി വന്നപ്പം ശിഖമോൾ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 12:30 ആകുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോകണം, ഡോക്ടറെ കാണിക്കാനൊന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സംഗതി പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മേക്കപ്പ് കാര്യമായിട്ട് ചെയ്യാൻ ഇഷ്ടമില്ല, അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ലിപ്സ്റ്റിക്ക് സ്കിപ്പ് ചെയ്യലില്ലേ അധികം ആൾക്കാരും. അപ്പോൾ നോ മേക്കപ്പ് ലുക്കിൽ ഒരു ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷെയ്ഡ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാമാർത്ത് ബ്രാൻഡബിളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. മാമാർത്ത് ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണല്ലോ, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡും കൂടിയാണ്. ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം
കാര്യം പറയുമ്പോൾ തന്നെ ഗ്ലോസി, മാറ്റി, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ക്രയോൺ ലിപ്സ്റ്റിക്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റി, ഒരുപാട് കളർ ഷെയ്ഡിൽ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്ന് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, അധികം ഹെവി ആയി തോന്നിക്കാത്ത വിധത്തിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് മാമാർത്തിൻ്റെ മോയ്സ്ചർ മാറ്റി ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ഷെയ്ഡ്. അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ ഒരു ബുള്ളറ്റ് ടൈപ്പ് പാക്കേജിങ്ങിലായിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലെ ഹീറോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവകാഡോ ഓയിലും വൈറ്റമിൻ ഇയും ആണ്. അപ്പോൾ ഇത് രണ്ടും ബെസ്റ്റാണ് നമ്മളെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ്, കീ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നത് 8 hours മോയ്സ്ചർ ലോക്കും അതുപോലെ തന്നെ 12 hours ലോങ് സ്റ്റേയും ഈ ഒരു ലിപ്സ്റ്റിക്കിന് കിട്ടുന്നുള്ളതാണ്. ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അതുപോലെ തന്നെ കോളേജ് വെയർ ഒക്കെ ആയിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവരെ ഒരു 6 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാച്ചസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഷെയ്ഡ് ഏതാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് പീച്ച് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് അധിക സ്കിൻ ടോണിനും സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്ന ഷെയ്ഡിൻ്റെയൊക്കെ പേര് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവണമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. രണ്ടാമതായിട്ട് ഇതാ മെലൺ റെഡ് എന്ന് പറയുന്നിട്ട് ഒരു റെഡ് കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ്. മൂന്നാമത്തെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ 50 വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് ഇതെനിക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ടായി തോന്നിയില്ല, ഒരു വാഷ് ഔട്ട് ആക്കണ പോലെ തോന്നിയൊരു ഷെയ്ഡാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഒരു പിങ്ക് കാറ്റഗറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതിൽ ഇത്രയും കാണിക്കുന്നതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് കാർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളിയാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്പർ 17 വരുന്ന റൈസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും ഒരു അടിപൊളി ഷെയ്ഡാണ്. ഒരു പാർട്ടി ആ ഒരു ലുക്ക് തരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ക്രീമി ഫോർമുലയിലാണ് ഉണ്ടാവുക. ജസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റി ലുക്കിലേക്ക്, ഒരു മാറ്റി ഫിനിഷിലേക്ക് മാറുന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പറ്റുന്ന കളർ ഏതാണെന്ന്, നിങ്ങൾക്ക് കളർ ഷെയ്ഡ് ഏതായിരിക്കും എന്നുള്ള നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. അപ്പോൾ പറ്റുന്ന ഷെയ്ഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വിട്ടാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ, പർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. കൂടാണ്ട് മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. തീർന്നിട്ടില്ല, നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനായിട്ട് ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഓഫ്ലൈനായിട്ട് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് കാണുകയാണ്, പ്രസൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെ ഒരുങ്ങലും മാറ്റലൊക്കെ കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇവിടെ അടുത്തുള്ള മൈനൂർ ടൗണിൽ ബാങ്കിൽ കുടുംബശ്രീൻ്റെ പൈസ അടയ്ക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ഇത് പ്രിൻ്റ് എടുക്കാനുണ്ട് നമ്മളെ ബൈൻഡറിലേക്ക് വേണ്ടിയിട്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് അത് സെറ്റാക്കി വെച്ച് അപ്പോൾ അങ്ങനെ ആ ഒരു പണി അവിടെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വടകരയിലേക്കാണ് പോയത്. വടകര പഴയ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ഡോക്ടർ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. കുറേ ആൾക്കാർക്ക് ഇപ്പം PCOD എന്ന് പറയുന്നത് സർവ്വസാധാരണ ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നില്ലേ. ഒന്നാമത് ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നാണ് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങളൊരു 3/4 മണിക്കൂറോളം സംസാരിച്ചിട്ട് ഡോക്ടറും ഞാനുമായിട്ട് അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അങ്ങനെ 3/4 മണിക്കൂർ സംസാരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പകുതിയിലേറെ സമാധാനമായിട്ടോ. പിന്നെ മരുന്ന് തന്ന് പിന്നെ ഇനിയിപ്പം 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് കുറേ ടെസ്റ്റും കാര്യങ്ങൾക്കും ഡോക്ടർ എഴുതി തന്നിക്കണം. വൈറ്റമിൻ D ആയിട്ടും പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് പിന്നെ HB അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒരു 7ഓളം ബ്ലഡ് ടെസ്റ്റ് എഴുതാൻ തന്നല്ല ടെസ്റ്റ് ചെയ്യാൻ തന്നിക്കണം. പിന്നെ അതിൻ്റെ കൂടെ സ്കാനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മരുന്നും കൂടി കുടിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം
ഉണ്ടാക്കണം. അപ്പോൾ ഈ PCOD എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ നമുക്ക് ഒതുക്കാൻ പറ്റുമോ എന്നും കൂടി നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ എന്തായാലും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഡേമാർട്ടിൽ പോയിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത്. നേരെ ഡേമാർട്ടിൽ ഇറങ്ങി നമുക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ കുറയ്ക്കാൻ ഡോക്ടർ പറഞ്ഞതിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ബേക്കറിയൊക്കെ ഇവിടെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങലുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ടൈം അടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതുപോലെ മധുരം കഴിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സൂക്കേടും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇതുപോലെ മാതളം എന്നാണ് പറയണത്. എപ്പോഴും എന്നോട് മാതളം എന്നാണ് പറഞ്ഞു പോവാം. നമ്മൾ ഉറുമാമ്പഴം ഉണ്ടല്ലോ, മാതളം എന്ന് പറയണത് എന്തോ ഒരു വിഷക്കായാണ് പോലും. അത് ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം ഇതുപോലെ കമൻസിൽ ഇങ്ങനെ കണ്ടതാണ്. എന്താണ് അഭി മാതളം എന്ന് പറഞ്ഞാൽ എന്തോ വിഷക്കായി ആണല്ലോ എന്ന്. അത് കണ്ടേരെയാണ് എനിക്കൊരു ബോധം ഉണ്ടായത്. ഞാൻ ഈ ഉറുമാമ്പഴത്തിന് പണ്ടേ മാതളം എന്നാണ് കേട്ടോ പറയല്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉറുമാമ്പഴമോ അല്ലെങ്കിൽ ഇതുപോലെ ഈ പഴമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങി വെച്ചിട്ട് അങ്ങനെ തോന്നുന്ന സമയത്ത് അത് വേഗം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആക്കി വെക്കാം. ഇപ്പോൾ ഉറുമാമ്പഴമൊക്കെ അങ്ങനെ തന്നെ വെക്കാണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ചിട്ടിട്ട് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ബേക്കറിയൊക്കെ കഴിക്കണം, മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് വേഗം അതെടുത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലാക്കി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എയർ ഫ്രയർ വാങ്ങിയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നല്ല ഉപകാരമാണ്. ഇതുപോലെ പഴമൊക്കെ പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല കനലിൽ ചുട്ട് നമ്മൾ പണ്ട് നൊസ്റ്റ് അടിക്കൂലേ, പണ്ട് കനലിൽ ചുട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ല, അത് കിട്ടും കേട്ടോ ശരിക്കും. ഇതിലിങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞാൽ എയർ ഫ്രയറിൽ ഇതുപോലെ പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എയർ ഫ്രയറിൽ പഴം ഉണ്ടാക്കിയിട്ട് കഴിക്കണത്. അപ്പോൾ പഴം വാങ്ങി വെച്ചിന്. അപ്പം വേഗം ഞാൻ ഈ കൈ വേഗം പോവുക നമ്മളെ ബേക്കറി ഐറ്റംസിലേക്കാണല്ലോ. വിശപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വേഗം അത് ഇൻസ്റ്റൻ്റായിട്ട് വേഗം കഴിക്കല്ലോ. വാങ്ങലും കഴിയും, എടുക്കലും കഴിയും, തിന്നലും കഴിയും. അപ്പോൾ അങ്ങനെ കഴിക്കല്ലോ. അപ്പം ഞാൻ ഡേമാർട്ടിൽ പോയപ്പോഴൊക്കെ എൻ്റെ കൈ ഇങ്ങനെ പോകുന്നുണ്ട് ബിസ്ക്കറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങാണ്ട് വേഗം പഴം വാങ്ങി പോകുന്നതാണ്. അപ്പോൾ വീട്ടിലെത്തിയ പാടെ എയർ ഫ്രയറിൽ പഴമൊക്കെ പുഴുങ്ങി അതൊക്കെ കഴിച്ച് വിശപ്പിന് അങ്ങോട്ട് അടക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ.